Okay guys, നമുക്ക് homework questionലേക്ക് പോവാം. So, നമ്മുടെ question ആയിരുന്നു, an experiment was set up with circuit diagram shown in the figure. Given that R1 is 10 ohm, R2 and R3 are 5 ohms, and small r is 0 ohm, and EMF E is 5 volt. Now, sub-questions ആണ്. First question, the points with the same potential are. Same potential ഉള്ള പോയിന്റുകൾ ഏതൊക്കെയാണ്? So, എങ്ങനെയാണ് same potential ഉള്ള പോയിന്റുകൾ നോക്കാം? ബി സി ഡി ഓപ്ഷൻ നമ്പർ 1 ആണ്. ബി സി ഡി, ബിയും സിയും ഡിയും നോക്കുക. ഇങ്ങനെ ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ നമ്മൾ ഈ ബിയും സി എന്നുള്ള 2 പോയിന്റ് നോക്കാം. ഇതിൻ്റെ ഇടയിൽ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലെങ്കിൽ ഈ ബേസിക്കലി 2 പോയിന്റും സെയിം പോയിന്റ് ആണ്. ദേ ആർ ബോത്ത് അറ്റ് ദ സെയിം പൊട്ടൻഷ്യൽ. ഇൻഫാക്ട് ദേ ആർ സെയിം പോയിന്റ്. നമ്മളിപ്പോൾ ഈ ബി എന്നുള്ള ബി ടു സി ഇത് ഒഴിവാക്കിയാലും നമ്മൾ ബി സി എന്നുള്ള പോയിന്റ് ഒറ്റ പോയിന്റ് ആക്കി വരച്ചാലും ദർ ഇസ് നോ ഡിഫറൻസ്. സോ ബി ടു സിയിലെ റെസിസ്റ്റർ ഒന്നും ഇല്ലാത്ത കാരണം ബിയും സിയും സെയിം പൊട്ടൻഷ്യലാണ്. റെസിസ്റ്റർ ഉണ്ടെങ്കിൽ അതിന് അക്രോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വന്നാണ്. ബട്ട് ബിയും സിയും സെയിം പൊട്ടൻഷ്യലാണ്. ബട്ട് ഡി എന്നുള്ള പോയിന്റ് നോക്കുകയാണെങ്കിൽ ഡിയുടെ ഇടയിൽ റെസിസ്റ്റർ ഉണ്ട്, മീൻസ് ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ ബിയും സിയും പൊട്ടൻഷ്യൽ സെയിം ആണ്, ബട്ട് ഡി സെയിം പൊട്ടൻഷ്യൽ അല്ല. സോ നോട്ട് ഓപ്ഷൻ എ. സെയിം ലോജിക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും എഫ് എച്ച് ജെ, എഫ് എച്ച് എൻ ജെ. ഈ 3 പോയിന്റുകളാണ് സെയിം പൊട്ടൻഷ്യൽ ഉള്ളത്, ബിക്കോസ് ഇതിൻ്റെ ഇടയിൽ റെസിസ്റ്റേഴ്സ് ഒന്നുമില്ല. ഓക്കെ, സോ ഇൻഫാക്ട് ദീസ് 3 പോയിന്റ്സ് ആർ സെയിം. നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ ഫിഗർ റീഡ്രോ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റീഡ്രോ ഇറ്റ് ബൈ പുട്ടിങ് എച്ച് ജെ ആൻഡ് എഫ് അറ്റ് ദ സെയിം പോയിന്റ്. ദർ ഇസ് നോ ഡിഫറൻസ് ബിക്കോസ് ദർ ഇസ് നോ റെസിസ്റ്റേഴ്സ് ഇൻ ബിറ്റ്വീൻ, ദെർഫോർ ദർ ഇസ് നോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എല്ലാം സെയിം പൊട്ടൻഷ്യൽ ആണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, എഫ് എച്ച് ജെ. നൗ സെക്കൻഡ് ക്വസ്റ്റ്യൻ, the current through branch BG is. നമുക്ക് ബി ജി എന്ന് പറയുന്ന ഈ ബ്രാഞ്ചിലുള്ള കറണ്ട് കാണണം. സോ ബി ജി കറണ്ട് കാണണമെങ്കിൽ വി നോ ദാറ്റ് ദ ഇക്വേഷൻ ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. നമുക്കറിയാം റെസിസ്റ്റൻസ് ഈസ് R1. ഹിയർ R is R1 which is given 10 ohm. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് V ആണ്, പൊട്ടൻഷ്യൽ അക്രോസ് ദിസ് ബ്രാഞ്ച് ബി ജി. ഈ ബി ജിക്ക് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ ബി ജിക്ക് അക്രോസ് ഉള്ള പൊട്ടൻഷ്യലും ഈ R 0 ആണ്. ശ്രദ്ധിക്കുക, ഈ റെസിസ്റ്റർ ആക്ച്വലി ഇവിടെ ഇല്ല എന്നുള്ള പോലെ തന്നെയാണ്. സോ ഈ ബ്രാഞ്ചിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും ഈ സെല്ലിന് ഈ പോയിന്റ് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും, അതായത് സെല്ലിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്, ബിക്കോസ് ദീസ് പോയിന്റ്സ് ആർ സെയിം. സോ ദ വോൾട്ടേജ് അക്രോസ് ബി ജി ഈ സെയിം ആസ് വോൾട്ടേജ് അക്രോസ് എ എച്ച്, ഓർ ഇറ്റ് ഈസ് സെയിം ആസ് അവർ ഇ എം എഫ്. നമ്മുടെ സെല്ലിന്റെ ഇ എം എഫിന്റെ സെയിം ആണ്, അല്ലെങ്കിൽ സെല്ലിന്റെ വോൾട്ടേജിന് സെയിം ആണ്, ബിക്കോസ് R 0 ആയതുകൊണ്ട്. സോ ഇവിടെ വി എന്താണ്? equal to E ആണ്, which is given 5 volt. So നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? We can find I, therefore I is equal to V by R, which is V5 by R10, 1 by 2 ampere or 0.5 ampere. So 1 by 2 ampere ആണ് right answer. Now C question. The power dissipated in R1 is. R1 ഡിസിപ്പേറ്റ് ചെയ്ത പവർ ആണ് കാണേണ്ടത്. പവർ ആണല്ലോ ഇക്വേഷൻ. 3 ഇക്വേഷൻ ഉണ്ട്, ഏത് വേണം നമുക്ക് ചൂസ് ചെയ്യാം. അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യണം. ഇവിടെ നമുക്ക് ഏത് ഇക്വേഷൻ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. സോ ലെറ്റ്സ് ചൂസ് I square R, ഓർ വി ക്യാൻ ചൂസ് VI, ഓർ വി ക്യാൻ ചൂസ് V square by R. എല്ലാം സെയിം ആണ്, എല്ലാം നമുക്ക് കിട്ടും. സോ I square R, I നമുക്കറിയാം 1 by 2 ആണ്. സോ 1 by 2 square, 1 by 2 all square, which is 1 by 2 square into R. R is R1, which is 10. So 10 by 4, that is 2.5 watt. Power dissipated in resistor R1 is 2.5 watt. Last question. The potential difference across R3 is. R3 ക്ക് across ഉള്ള potential difference ആണ്. So potential difference across R3, say V3 കാണണമെങ്കിൽ നമുക്ക് കറണ്ട് ത്രൂ ഈ R3 കാണണം. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആദ്യം കാണണം. ലെറ്റ്സ് സേ I3 ഇൻറ്റു അപ്പ് റെസിസ്റ്റൻസ് R3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയി. സോ R3 വി നോ 5 ohm ആണ്, ഗിവൺ 5 ohm ആണ്. സോ ദാറ്റ്സ് ഫൈൻ. വാട്ട് ഈസ് ദ കറണ്ട് ത്രൂ R3, ഓർ ഇൻഫാക്ട് കറണ്ട് ത്രൂ ദിസ് ബ്രാഞ്ച്? നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാം? അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ബട്ട് വാട്ട് വി ക്യാൻ ഡു ഈസ് ഈ സർക്യൂട്ടിലുള്ള എഫക്റ്റീവ് കറണ്ട്, അതിന് ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ,
ടോട്ടൽ, അത് ഈ ബാറ്ററി എന്ന് വരുന്ന ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാം. ആൻഡ് അതിൽ ഈ ബ്രാഞ്ചിലുള്ള കറണ്ട് ഹാഫ് ആംബിയർ ആണ്, ഓർ 0.5 ആംബിയർ ആണ് ഈ ബ്രാഞ്ചിലുള്ള കറണ്ട്. സോ ടോട്ടൽ കറണ്ട്, സെല്ലിൽ നിന്ന് വരുന്ന കറണ്ട് മൈനസ് ഈ ബ്രാഞ്ചിലുള്ള കറണ്ട്, അതായിരിക്കുമല്ലോ ഈ അടുത്ത ഈ ബ്രാഞ്ചിലുള്ള പോകുന്ന കറണ്ട്. അതേ കറണ്ട് തന്നെയായിരിക്കും R2യിലൂടെയും R3യിലൂടെയും ഫ്ലോ ചെയ്യുന്നത്. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട്, വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് the total current flowing through circuit. Then we can find out the current through this branch, which will be same as the current through R3. Okay, so total current ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വിവലന്റ് റെസിസ്റ്റൻസ്. ഇതിലെ സർക്യൂട്ടിൽ മൊത്തം റെസിസ്റ്റൻസ് കാണണം. സോ ടോട്ടൽ വോൾട്ടേജ് നമുക്ക് ഓൾറെഡി അറിയാം, ഒറ്റ വോൾട്ടേജേ ഉള്ളൂ, ഇ ആണ്, 5 വോൾട്ട് ആണ്. സോ ദാറ്റ് ഈസ് ഫൈൻ. ടോട്ടൽ വോൾട്ടേജ് ഈസ് 5 വോൾട്ട്. നമുക്ക് കാണേണ്ടത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കാണും? ഈ രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആണ്. സോ ഈ രണ്ട് റെസിസ്റ്റൻസിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കാണാം? 5 ഓം ആണ്. സോ 5 + 5. സോ എഫക്റ്റീവ് വോൾട്ടേജ് ഇൻ സീരീസ് ഈക്വൽ ടു R2 + R3. That is 5 + 5 10 ഓം ആണ് ഈ സീരീസ്, ഇതിന്റെ രണ്ടിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ദെൻ ഈ 10 ഓമും ഈ R1 which is 10 ഓം, ഈ രണ്ടും പാരലൽ ആണ്. സോ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കാണും? റെസിസ്റ്റൻസ് ഓഫ് ദി പാരലൽ ഈക്വൽ ടു, നമ്മുടെ ഇക്വേഷൻ എന്താണ്? 1 എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 1 R1 + 1 R2 അങ്ങനെയാണ്. സോ ഇവിടെ എന്താ പറയുക? 1 R1 പ്ലസ് 1 ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ നേരത്തെ കണ്ട RS, 1 RS. That is equal to 1/10 plus 1/10. It is 2/10, or RP equal to 10/2. That is 5 ഓം ആണ് ഈ സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ, സോ എഫക്റ്റീവ് റെസിസ്റ്റൻസും കിട്ടി. നമ്മുടെ ഈക്വൽ റെസിസ്റ്റൻസ് ആണ് 5 ഓം. ആൻഡ് ടോട്ടൽ വോൾട്ടേജ് അറിയാം, വിച്ച് ഈസ് 5 വോൾട്ട് ആണ്. സോ ടോട്ടൽ കറണ്ട്, therefore total current equal to total voltage by equivalent resistance, that is 5 divided by 5. 1 ആംപിയർ ആണ് ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ സെല്ലിൽ നിന്ന് വരുന്ന കറണ്ട് 1 ആംപിയർ ആണ്. ആൻഡ് വി നോ ഈ ബ്രാഞ്ചിലേക്ക്, BG ബ്രാഞ്ചിലേക്ക് പോകുന്നത് 1/2 ആംപിയർ ആണ്. നേരത്തെ കണ്ടുപിടിച്ചു, 1/2 ആംപിയർ, 1/2 ആംപിയർ, 0.5 ആംപിയർ. സോ ബാക്കി എത്ര കറണ്ട് ആണ് ഈ ബ്രാഞ്ചിലേക്ക് വരാം? സോ കറണ്ട് ത്രൂ R3യിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ഓർ R2യിലൂടെ ഫ്ലോ ചെയ്യുന്നത്, മൊത്തത്തിൽ ഒറ്റ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ I3 equal to total current, which is, let's say, I minus ഈ ബ്രാഞ്ചിൽ പോകുന്ന കറണ്ട്, അതാണ് ബാക്കിയുള്ള കറണ്ടാണ് ഇതിൽ പോകുന്നത്. സോ I minus say I1, which is 1 ആംപിയർ ആണ് ടോട്ടൽ കറണ്ട്, മൈനസ് ഈ ബ്രാഞ്ചിൽ പോകുന്നത് 0.5 ആണ്. സോ I3 is 1 minus 0.5, that is 0.5 ampere. So 0.5 ampere current ആണ് ഈ ബ്രാഞ്ചിലൂടെ പോകുന്നത്. സോ R3യിലൂടെ പോകുന്നു 0.5 ampere തന്നെ. സോ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R3? V3 equal to I3 into R3. That is equal to, finally നമുക്ക് എന്ത് എഴുതാം? V3 equal to I3 is 0.5 into R3 is 5. That is V3 equal to 2.5. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഒക്കെ ഉള്ളവർ ചോദിക്കുക. ഓക്കെ ഗൈസ്,